നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് അറസ്റ്റിൽ. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫാണ് പിടിയിലായത്. ഫ്ളാറ്റിൽ നിന്നും നട്ടുവളർത്തിയ 22 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. മയ്യനാട് ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. വഴിയാത്രക്കാരനായ യുവാവിന് കുത്തേറ്റു. മയ്യനാട് മുക്കം സ്വദേശി ആസിമിനാണ് കുത്തേറ്റത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ സൗജന്യമായി കശുവണ്ടി തൈകൾ കൃഷിക്കായി നൽകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സ്കൂൾ വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ ഭാഗമാക്കും. വിശദമായ വാർത്തകളിലേക്ക്. കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് അറസ്റ്റിൽ. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫാണ് പിടിയിലായത്. ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും നട്ടുവളർത്തിയ 22 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. നേരത്തെയും ഇയാൾ കഞ്ചാവ് കേസിൽ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പള്ളിത്തോട്ടം സ്റ്റേഷൻ പരിധിയിലെ നീലിമ ഫ്ളാറ്റിൽ നിന്നുമാണ് 22 കഞ്ചാവ് ചെടികളുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നീലിമ ഫ്ളാറ്റിലെ 44-കാരനായ ജോസഫ് എന്നയാളാണ് 22 കഞ്ചാവ് ചെടികളുമായി പിടിയിലായത്. ഇയാൾ നേരത്തെയും കേരളത്തിന് പുറത്തും അകത്തും കഞ്ചാവ് കേസിൽ പിടികൂടപ്പെട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം ACP രാജേഷ് TRന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും പള്ളിത്തോട്ടം SHO സജി GSന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. സംഘത്തിലെ സിമാരായ ശ്യാംബി, നജീബ് KA, ക്രിസ്റ്റി ജോസഫ്, സുനിൽകുമാർ, CPOമാരായ അഭിലാഷ്, രാഹുൽ, സാജൻ ജോസ്, സാജൻ ജേക്കബ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാർ സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. അടൂർ കൊടുമൺ സ്വദേശിനി അമൃതയാണ് മരിച്ചത്. ഓച്ചിറ പ്രയാർ പാലത്തിന് സമീപമായിരുന്നു അപകടം. 9 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ 1.5 വയസ്സുള്ള കുട്ടിയുടെ നില ഗുരുതരമാണ്. നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന സ്വകാര്യ ബസ്സിൽ ഇടിച്ചു കയറിയാണ് യുവതി മരിച്ചത്. അടൂർ കൊടുമൺ നിലമേൽമേലേതിൽ അരുണിന്റെ ഭാര്യ 27-കാരിയായ അമൃതയാണ് മരിച്ചത്. കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് അമൃത. പുനലൂരിൽ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം അഴീക്കൽ ബീച്ച് കാണാനെത്തി തിരികെ ഓച്ചിറ ഭാഗത്തേക്ക് പോകുമ്പോൾ പ്രയാർ പാലത്തിന് സമീപമായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട അമൃതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണം സംഭവിച്ചത്. ഒപ്പം യാത്ര ചെയ്ത അമൃതയുടെ മകൾ 1.5 വയസ്സുള്ള മിയോണി ഗുരുതരമായ പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമൃതയുടെ ഭർത്തൃ സഹോദരി കൊടുമൺ നിലമേൽമേലേതിൽ അർച്ചന, അമൃതയുടെ അമ്മ പത്മാവതി അമ്മ എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനമോടിച്ച അർച്ചനയുടെ പ്രതിശ്രുത വരൻ മുണ്ടക്കയം കുളത്തിൽ വീട്ടിൽ സാംസണ് ഗുരുതരമായ പരിക്കുണ്ട്. മൂവരെയും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് യാത്രികരായ ക്ലാപ്പന അരുണ്യവാസിൽ ലീലാമണി, വൈക്കം തോട്ടത്തിൽ പൂജ ബിജു, ആദിനാട് സ്വദേശി രജനി, പ്രയാർ പൂമുഖത്ത് വീട്ടിൽ പത്മകുമാരി, ക്ലാപ്പന വെള്ളാറ്റിൽ ഷൈജ ബീഗം, ക്ലാപ്പന പ്ലാങ്കീഴിൽ നബീസ് എന്നിവരെ പരിക്കുകളോടെ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനലൂരിൽ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം അഴീക്കൽ ബീച്ച് സന്ദർശിച്ച് സന്തോഷത്തോടെ തിരികെ മടങ്ങുമ്പോഴായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് പണിമുടക്കും. KSRTCയുടെ സൗജന്യ യാത്രയെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. KSRTCയുടെ പ്രിയദർശിനി സർവീസുകളുടെ നടത്തിപ്പ് മൂലം ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാർ ഏറെ കുറവാണ്. സ്വകാര്യ ബസ് മേഖല തീർത്തും പ്രതിസന്ധിയിലാണ്.
പ്രശ്നപരിഹാരത്തിനായി വകുപ്പ് മന്ത്രിക്ക് അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. ദിവസം കഴിയുന്തോറും സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജൂലൈ 8 സൂചനാ പണിമുടക്കും മാർച്ചും ധർണയും നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജില്ലതോറും സ്ത്രീ യാത്രക്കാരുടെ യാത്രാ ഡേറ്റ സർക്കാർ ശേഖരിച്ചിട്ടുള്ളതിനാൽ ആനുപാതികമായി നിലവിലുള്ള KSRTC ഓർഡിനറി ബസ്സുകൾ ഓരോ ജില്ലകൾക്ക് വീതിച്ചു നൽകിയാൽ അവ നിശ്ചിത സമയക്രമത്തിൽ സർവീസ് നടത്തിയാലും ഒരു പരിധിവരെ യാത്ര സുഗമമാകുമെന്നും സ്വകാര്യ ബസ് മേഖലയ്ക്ക് ആശ്വാസമാവുകയും ചെയ്യുമെന്ന് ഇവർ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ എല്ലാ KSRTC ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന ചെയിൻ സർവീസുകളുടെ എണ്ണം കുറയ്ക്കുകയും കൊട്ടാരക്കര, കൊല്ലം, കരുനാഗപ്പള്ളി KSRTC സർവീസുകൾ 10 മിനിറ്റെങ്കിലും ഇടവിട്ട് സർവീസ് നടത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഇതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് KSRTC ബസ്സുകളിൽ പ്രിയദർശിനി സർവീസ് വനിതകൾക്ക് ഫ്രീ ആയി കൊടുത്തത് മൂലമുണ്ടായ ഞങ്ങളുടെ പരിതാപകരമായ അവസ്ഥ കൊണ്ടാണ് ഈ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത്. ഈ പ്രിയദർശിനി സർവീസിനോട് ഞങ്ങൾക്ക് അനുഭവമാണ്. പക്ഷേ അതുമൂലമുണ്ടാകുന്ന ഞങ്ങളുടെ ദുരിതത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണം എന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ സൂചനാ പണിമുടക്കും ധർണയും മാർച്ചും നടത്തുന്നത്. ഏകദേശം 10,000-ൽ താഴെ ബസ് സർവീസുകളാണ് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിലുള്ളത്. അത്രയധികം തന്നെ സംരംഭകരുമുണ്ട്. ഈ സംരംഭകരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ പറയുന്നത് ഒരു സംരംഭകരുടെയും കണ്ണുനീര് വീഴാനുള്ള അവസരം അദ്ദേഹം ഉണ്ടാകത്തില്ല എന്ന് ഒരുപാട് തവണ മുഖ്യമന്ത്രി ആയതിനു ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സംരംഭകരുടെയും കണ്ണുനീര് വീഴാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവസരത്തിൽ പറയാനുള്ളത്. ഡീസലിന്റെ വിലയിൽ സർക്കാരിന് ലഭിക്കുന്ന നികുതി കുറച്ച് റേഷൻ വില നിശ്ചയിച്ചു നൽകിയാൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നവർക്ക് ആശ്വാസമാകുമെന്നും ഭാരവാഹികളായ സി രാധാകൃഷ്ണപിള്ള, വി ശശിധരൻപിള്ള, വി ബാലചന്ദ്രൻപിള്ള, കുമ്പളത്ത് രാജേന്ദ്രൻ, ബി മഞ്ജുദാസ്, എസ് സുനിൽകുമാർ, സി മുരളീധരൻപിള്ള എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മയ്യനാട് ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. വഴിയാത്രക്കാരനായ യുവാവിന് കുത്തേറ്റു. മയ്യനാട് മുക്കം സ്വദേശി ആസിബിനാണ് കുത്തേറ്റത്. ലഹരിക്ക് അടിമകളായ 3 യുവാക്കളാണ് അക്രമം നടത്തിയത്. റോഡിലൂടെ പോയവരെ മർദ്ദിക്കുകയും ചെയ്തു. ലഹരിക്ക് അടിമകളായ യുവാക്കളുടെ സംഘമാണ് വഴിയാത്രക്കാരനായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. മയ്യനാട് മുക്കം സ്വദേശി ആസിമിനാണ് ലഹരി സംഘങ്ങളിൽ നിന്ന് കുത്തേറ്റത്. ഇരുചക്ര വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞ സംഘം വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. ആക്രമണമേറ്റ പലരും ഓടി രക്ഷപ്പെട്ടു. ഈ സമയം അതുവഴി വരികയായിരുന്ന ആസിമിനെ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളാണ് കത്തി ഉപയോഗിച്ച് അസീമിനെ കുത്തിയത്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തിയാണ് അക്രമികളിൽ ഒരാളെ ഓടിച്ചിട്ട് പിടികൂടിയത്. പരിക്കേറ്റ അസീമിനെ മയ്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോയായിരുന്നു വയനാട് നിന്ന്. അപ്പോഴത്തേക്ക് തടഞ്ഞു നിർത്തി 3 പേര് കള്ളുപിടിച്ച് ഫിറ്റായിട്ട് വന്നിട്ട് ഇടിച്ച്. പിന്നെ 3 പേരെ കയ്യിലും വാളൊക്കെ ഉണ്ടായിരുന്നു. 2 പിച്ചാത്തി പോലത്തെ സാധനവും പിന്നെ ഇടിവളയൊക്കെ ഇട്ട് ഇടിച്ച്. പയ്യന്മാര് 3 പേര് തെറി വിളിച്ച. ആദ്യമേ തെറി വിളിച്ചോണ്ട് ഇടിച്ചു. വേറെ 2 പേരെ ഇടിച്ച്. ഞാൻ ചെന്ന് കയ്യിൽ 3 കുത്തു. പിച്ചാത്തി ആണെങ്കിൽ സ്വന്തം പിച്ചാത്തി തന്നെ. പിച്ചാത്തി അമ്മാര് കഞ്ചാവാ 3 പേരും. അതുകൊണ്ടാണ് അമ്മാര് ഇടിച്ചത്. മയ്യനാട് കേന്ദ്രീകരിച്ച് നിരവധി അക്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രദേശത്തെ പല ഭാഗങ്ങളും ലഹരി സംഘങ്ങൾ കയ്യേറുന്നതായി വ്യാപകമായ പരാതിയാണുള്ളത്. ആക്രമണം നടത്തിയ യുവാക്കളിൽ കാപ്പാക്കേസ് പ്രതി ഉൾപ്പെടെ ഉണ്ടെന്നും യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ബാസിദ് എന്ന ഒരു പയ്യനെ മുക്കം കുഴിശ്ശേരി മുക്കിൽ വെച്ച് ഒരു 2-3 സംഘം അവിടെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം എന്ന് പറയാം. ആ സംഘം മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിന് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ തന്നെ അസീമിനെ അതിക്രൂരമായ രീതിയിൽ കുത്തി പരിക്കേൽപ്പിക്കുക. കാരണം 4-5 കുത്തിയിരിക്കുന്നത്. നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് അവന്മാർ ഈ സാമൂഹ്യ വിരുദ്ധ സംഘം. കാരണം ഇന്നിപ്പം വയനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗുണ്ട
മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ ഒരു വിളയാട്ടമായി നമ്മുടെ ഈ വയനാട് പ്രദേശം മാറിയിരിക്കുകയാണ്. കാരണം 8 മണി കഴിഞ്ഞാൽ മുക്കം റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ താനി, ഉമ്മേലൂർ, ഏല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വളരെ ഈ സംഘം ഭയങ്കരമായ മയക്കുമരുന്ന് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MDMA പോലുള്ള മാരകമായ ഈ മയക്കുമരുന്നുകൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അസീമിനെ മർദ്ദിച്ച ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അത് കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതിയുടെ കൂടെ മറ്റു 2 പ്രതികളുണ്ട്. അവർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രതികളെയും കൂടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പെരുമ്പുഴ വഞ്ചിമുക്കിന് സമീപമായിരുന്നു അപകടം. കുണ്ടറ പെരുമ്പഴ വഞ്ചിമുക്കിന് സമീപമാണ് അപകടമുണ്ടായത്. റോഡരികിൽ വെച്ചിരുന്ന ബൈക്കിലേക്ക് യാത്രക്കാർ കയറാൻ തുടങ്ങുമ്പോൾ അമിത വേഗതയിലെത്തിയ കാർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അമിത വേഗതയിൽ എത്തിയ കാർ മറ്റൊരു റോഡിലേക്ക് തിരിയാൻ ശ്രമിച്ച കാറിനെ ഇടിച്ച ശേഷമാണ് ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലത്ത് പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും 5.5 പവൻ മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. AR ക്യാമ്പിന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് സ്വർണം മോഷണം പോയത്. AR ക്യാമ്പിന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും 5.5 പവൻ നഷ്ടമായ സംഭവത്തിലാണ് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയത്. ഈ സമയം ക്വാർട്ടേഴ്സിന് സമീപത്തെ CCTVയിൽ നിന്നും ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് ഒരാൾ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേസമയം പരാതിയുടെ ആധികാരികതയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരം AR ക്യാമ്പിലെ കോൺസ്റ്റബിൾ മുബാറക്കിന്റെ ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. മുബാറക്കും ഭാര്യയും ജോലിക്ക് പോയി വൈകിട്ട് തിരികെ എത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത്. അന്വേഷണത്തിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5.5 പവൻ മോഷണം പോയതായി കണ്ടെത്തി. ക്വാർട്ടേഴ്സിന് സമീപത്തായി റെയിൽവേ ലൈനുമുണ്ട്. ബീച്ച് റോഡിൽ നിന്നും ഇടവഴിയിലൂടെ റെയിൽവേ പാളം കടന്ന മതിൽ ചാടിയും ക്വാർട്ടേഴ്സിൽ പ്രവേശിക്കാം. ഇതുവഴിയുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ക്വാർട്ടേഴ്സിന്റെ മുകൾ നിലയിലെ അലമാരയിൽ നിന്നുമാണ് സ്വർണം മോഷണം പോയത്. മോഷണം പോയ ക്വാർട്ടേഴ്സിന് മുന്നിലെ ക്വാർട്ടേഴ്സിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ താമസിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു ശബ്ദവും കേട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുമ്പ് ക്വാർട്ടേഴ്സ് പരിസരത്ത് നിന്ന് 2 ബൈക്കുകൾ മോഷണം പോയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യൂത്ത് കോൺഗ്രസ് ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്തിൽ നടന്ന ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ DYFI നേതാവ് ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുന്നത്തൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തട്ടിപ്പ് നടത്തിയ തുക തിരിച്ചടയ്ക്കുക, ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും മുൻ വൈസ് പ്രസിഡന്റിനെതിരെയും കേസെടുക്കുക, നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് അന്വേഷണം നേരിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. വൈ ഷാജഹാൻ, തുണ്ടൽ നൌഷാദ്, അനു താജ, സുരേഷ് ചന്ദ്രൻ, PM സെയ്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. CV പത്മരാജൻ പുരസ്കാരം VM സുധീരന്. മുൻ മന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജന്റെ സ്മരണയ്ക്കായി CV പത്മരാജൻ ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 50,000 രൂപയും പ്രശംസാ പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ മന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജന്റെ സ്മരണയ്ക്കായി CV പത്മരാജൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് VM സുധീരന് സമ്മാനിക്കുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം 16 വൈകിട്ട് 4 ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ സമ്മാനിക്കും.
ഓരോ വർഷവും ഓരോ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് പുരസ്കാരം നൽകി ആദരിക്കാനാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ പി രാജേന്ദ്ര പ്രസാദ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബേബിസൺ, സൂരജ് രവി, ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ എസ് സുധീരൻ, സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ശുഭദേവൻ, ദ്വാരക മോഹൻ, ട്രഷറർ സജി പത്മരാജൻ എന്നിവർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷൻ, സി വി പത്മരാജൻ ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്, മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായത്. ആ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ വി ഡി സതീശനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികമാണ്. അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ വി ഡി സതീശനാണ്. ഇതിലെ പുരസ്കാരങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഓരോ മേഖല എന്ന നിലയിലാണ് ഫൗണ്ടേഷൻ ആലോചിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാളിന് പുരസ്കാരം നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനെ ഒരു സമിതിയെ നിയമിച്ചിരുന്നു. ഡോക്ടർ എം ആർ തമ്പാൻ, ഡോക്ടർ നടക്കൽ ശശി, ശ്രീ കെ സുന്ദരേശൻ എന്നിവർ ചേർന്ന ഒരു സമിതിയാണ് ഞങ്ങൾ ചുമതലപ്പെടുത്തിയത്. അവർ നിശ്ചയിച്ചു വന്നത് പ്രിയപ്പെട്ട വി എം സുധീരനെയാണ്. അപ്പോൾ പ്രഥമ സി വി പത്മരാജൻ പുരസ്കാരം നൽകുന്നത് പ്രിയപ്പെട്ട വി എം സുധീരനാണ്. സി വി പത്മരാജന്റെ പേരിൽ സഹകരണ അക്കാദമി ആരംഭിക്കാനും ലക്ഷ്യമിടുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ സൗജന്യമായി കശുവണ്ടി തൈകൾ കൃഷിക്കായി നൽകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തേവലക്കരയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. താൽപ്പര്യമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 4 കശുവണ്ടി തൈകൾ സൗജന്യമായി നൽകി അത് നട്ടുപരിപാലിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. നിങ്ങൾ സ്ഥലം അവൈലബിൾ ആക്കുകയാണെങ്കിൽ അവിടെ തൈ കൊണ്ടുവന്ന് വെച്ച് അത് കശുവണ്ടി തൈ കൊണ്ടുവച്ച് അതിൻ്റെ ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കും. നമ്മൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ മുൻകൈ എടുത്ത് അതിൻ്റെ നിങ്ങൾക്ക് പഞ്ചായത്തിന് തന്നെ ആരെങ്കിലും ഏർപ്പെടുത്തി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർക്കുള്ള അതിനുള്ള സാമ്പത്തിക സഹായം അടക്കം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം. അങ്ങനെ കൃഷിയോട് താല്പര്യമുള്ളവർ വളർത്തിയെടുക്കുക, അതിനവർക്കൊരു അവസരം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികളിൽ ഇതിന് താല്പര്യമുള്ളവർ, കേരളത്തിലാകെ ഞങ്ങളിപ്പോൾ കണക്കിട്ടിരിക്കുന്ന ഒരു 50,000 കുട്ടികൾ, ഒരാൾക്ക് 4 തൈ വെച്ച് കൊടുക്കും. അവർ വീട്ടിൽ പോയി ഇത് വളർത്തുന്ന, അതിനോട് താല്പര്യമുള്ളവർ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ. എല്ലാം കശുവണ്ടിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇത് വെറുതെ കുറേ കാശ് ചിലവാക്കി ഇത് വെറുതെ കളയുന്ന, സർക്കാരിൻ്റെ കാശ് കളയുന്ന മാറ്റി അതിൽ നല്ലൊരു ശതമാനം വളർന്നു വന്നു കഴിഞ്ഞാൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ കാശ് ലാഭം, കാഷ്യൂ ഇതിൻ്റെ കാശ് ലാഭം. SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കൊല്ലം കടയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘർഷമുണ്ടായത്. +1 പ്രവേശനോത്സവത്തിന് KSU പ്രവർത്തകർ കെട്ടിയ കൊടി SFI പ്രവർത്തകർ നശിപ്പിച്ചെന്നാരോപിച്ചായിരുന്നു സംഘർഷം. കടയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട KSU പ്രവർത്തകർ കെട്ടിയ കൊടി SFI പ്രവർത്തകർ നശിപ്പിച്ചെന്നാരോപിച്ചാണ് SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഭവം അറിഞ്ഞെത്തിയ കടയ്ക്കൽ പോലീസിന് നേരെ സ്കൂൾ PTA പ്രസിഡന്റും CPIM കടയ്ക്കൽ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗവുമായ പ്രഫുല്ല ഘോഷ് തട്ടിക്കയറിയത് നേരിയ സംഘർഷത്തിന് കാരണമായി. കഴിഞ്ഞ വർഷവും ഇവിടെ സമാനമായ സംഘർഷമുണ്ടായിരുന്നു. മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് കടയ്ക്കൽ സ്കൂളിലുള്ളതെന്ന് KSU ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് അറസ്റ്റിൽ. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫാണ് പിടിയിലായത്. ഫ്ളാറ്റിൽ നിന്നും നട്ടുവളർത്തിയ 22 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. മയ്യനാട് ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. വഴിയാത്രക്കാരനായ യുവാവിന് കുത്തേറ്റു.
മയ്യനാട് മുക്കം സ്വദേശി ആസിമിനാണ് കുത്തേറ്റത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ സൗജന്യമായി കശുവണ്ടി തൈകൾ കൃഷിക്കായി നൽകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സ്കൂൾ വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ ഭാഗമാക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.